ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽ വഴികൾ വർത്തമാന പുസ്തകം പാഠവും പൊരുളും ഒരു ചരിത്ര വിചാരം നമ്മുടെ പഠന പരമ്പര മുന്നോട്ട് പോവുകയാണ്. ഇന്ന് 17-ാം പാദമാണ് നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ പഠനവിധേയമാക്കുക. പേജ് നമ്പർ 110 മുതൽ 112 വരെയുള്ള പേജുകളിലാണ് 17-ാം പാദം കടക്കുന്നത് എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുക. സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നമുക്കൊരു നിമിഷം തമ്പുരാൻ്റെ സന്നിധിയിലായിരിക്കാം. നല്ലവനായ ഈശോയെ, ഞങ്ങളുടെ സഭയുടെ പൂർവ്വ പാരമ്പര്യങ്ങൾ തിരിച്ചറിയുന്നതിനും പഠിക്കുന്നതിനും ഞങ്ങളെ ശ്രദ്ധരാക്കണമേ. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ അതിനുള്ള അനുവാദം തന്നതിന്, അനുഗ്രഹം തന്നതിന്, അതിനുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള കൃപ നൽകിയതിന് ഈശോയെ നന്ദി പറയുന്നു. മുന്നോട്ടുള്ള ദിവസങ്ങളിലും വലിയ തീഷ്ണതയോടെ ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാനും ഇതിൻ്റെ ചരിത്രം മനസ്സിലാക്കുവാനും സഭയുടെ ചരിത്രം മനസ്സിലാക്കുവാനും ഞങ്ങളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ. നല്ല ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. നിൻ്റെ കൃപയും കാരുണ്യവും സമൃദ്ധമായി നൽകണമേ. ഈശോയെ, നിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അയച്ചു ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ കൃപാവരങ്ങൾ സമൃദ്ധമായി നൽകുകയും ചെയ്യണമേ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പഠന പരമ്പര ആരംഭിക്കുകയാണ്. 17-ാം പാദം മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥമായ പാറേമാക്കൽ തോമാക്കത്തനാരുടെ വർത്തമാന പുസ്തകത്തിലെ 17-ാം പാദത്തെ ആസ്പദമാക്കിയമായ ക്ലാസ്സാണ് ഇന്നത്തേത്. ഈ ഭാഗം പ്രധാനമായും റോമായാത്രയുടെ പ്രാരംഭഘട്ടത്തെയും യാത്രികർ നേരിട്ട പ്രതിസന്ധികളെയും ദൈവാനുഗ്രഹത്തെയും കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇതിന് 5 പ്രധാന പോയിന്റുകളായിട്ട് വിവരിക്കുകയാണ്. യാത്രയ്ക്കുള്ള ഉറച്ച തീരുമാനം. മാത്തൻ കത്തനാരുടെ മരുമകൻ യോഹന്നാൻ ശമ്മാശനെ കൂടെ അയക്കാൻ ബന്ധുക്കൾ വിസമ്മതിച്ചപ്പോൾ സഭയുടെ പൊതുനന്മയെ കരുതി സ്വന്തം ജ്യേഷ്ഠൻ്റെയും ബന്ധുക്കളുടെയും എതിർപ്പുകളെ അവഗണിച്ച് പാലത്തും തലയ്ക്കൽ മാത്തൻ കത്തനാർ റോമിന് പോകാൻ തീരുമാനിച്ചു. വ്യക്തിപരമായ സുഖത്തേക്കാൾ സഭയുടെ കാര്യത്തിനാണ് അദ്ദേഹം മുൻഗണന നൽകിയത്. യാത്രയുടെ ആസൂത്രണം. നീണ്ടൂർ ഇട്ടിക്കുരുവുള്ള തരകൻ്റെ വീട്ടിൽ വെച്ചാണ് യാത്രയുടെ സുപ്രധാന ആലോചനകൾ നടന്നത്. തോമാക്കത്തനാർ തൻ്റെ ഇടവകയായ കടനാട് പള്ളിയുടെ ചുമതല കുഴുവേലി കൊച്ചുമത്തായ കത്തനാരെ ഏൽപ്പിക്കുകയും വികാരി ജനറലിന് കത്തെഴുതുകയും ചെയ്ത ശേഷം പിതാവിനോട് യാത്ര പറഞ്ഞ് മാത്തൻ കത്തനാരോടൊപ്പം യാത്ര പുറപ്പെട്ടു. പ്രകൃതിയും ദൈവപരിപാലനയും. കഠിനമായ മഴക്കാലമായിരുന്നു ആ സമയത്ത്. ആ മഴക്കാലത്തായിരുന്നു അവരുടെ യാത്ര. എന്നാൽ അവർ നടക്കുമ്പോൾ മഴ മാറുകയും വിശ്രമിക്കുമ്പോൾ പെയ്യുകയും ചെയ്യുന്ന അത്ഭുതകരമായ അനുഭവം അവർക്കുണ്ടായി. ഇത് സഭയുടെ ഐക്യത്തിനും രക്ഷയ്ക്കും വേണ്ടിയുള്ള ദൈവഹിതമാണ് എന്ന് യാത്രക്കാർക്ക് ബോധ്യപ്പെട്ടു. ഇത് അക്കാലത്തെ ക്ലേശങ്ങളെ, യാത്രാ ക്ലേശങ്ങളെ, കുടയില്ലാത്തൊരു അനുഭവം, നഗ്നവാദമായിട്ടാണ് അവർ നടന്നത്. ഈ 2 യാത്രാ ക്ലേശങ്ങളെയും ഇത് ലഘൂകരിച്ചു എന്ന് യാത്രാ വിവർത്തകൻ നമ്മളോട് സൂചിപ്പിക്കുകയാണ് പുസ്തകത്തിലൂടെ. യാത്രയും സ്വീകരണങ്ങളും. കായംകുളം 5 തെങ്ങ് വഴി ഇവർ യാത്ര ചെയ്തു. പോകുന്ന വഴിയിലെ പള്ളികളിൽ ഗോവാക്കാരായ പാതിരിമാരും ഉപദേശിമാരും ഇവർക്ക് വലിയ സ്വീകരണവും താമസ സൗകര്യവും ഒരുക്കി നൽകി. ഒടുവിൽ കുളച്ചിലിൽ വെച്ച് കരിയാറ്റിൽ മൽപ്പാനെയും സംഘത്തെയും ഇവർ കണ്ടുമുട്ടി. മാത്തൻ കത്തനാരുടെ നിശ്ചയദാർഢ്യം. മുളയ്ക്കൽ, അതായത് പാലത്തും തലയ്ക്കൽ മാത്തൻ കത്തനാർ യാത്രയിൽ നിന്നും പിന്തിരിയണമെന്ന് ആവശ്യപ്പെട്ട് ജ്യേഷ്ഠൻ മൽപ്പാന് രഹസ്യക്കത്ത് അയച്ചിരുന്നു. മൽപ്പാൻ നിർബന്ധിച്ചിട്ടും തൻ്റെ തീരുമാനത്തിൽ നിന്നും മാറാൻ മാത്തൻ കത്തനാർ തയ്യാറായില്ല. ഈ നിശ്ചയദാർഢ്യത്തോടെ അവർ ഉദയഗിരി കോട്ട ലക്ഷ്യമാക്കി നീങ്ങി. ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് 17-ാം പാദത്തെക്കുറിച്ചുള്ള
ക്ലാസ്സാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. എന്നും സൂചിപ്പിക്കുന്നത് പോലെ വർത്തമാന പുസ്തകം നമ്മൾ വായിക്കണം എന്ന കാര്യം കൂടി സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അത് മറന്നു പോകരുത്. വളരെ ലളിതമായ രീതിയിൽ അത് വായിക്കുവാനുള്ളൊരു ഇൻട്രൊഡക്ഷനാണ് തരിക. 17-ാം പാദത്തിൽ 110 മുതൽ 112 വരെയുള്ള പാദങ്ങളിലെ പേജുകളിലെ കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിരുത്തി വായിക്കണമേ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. മാത്തൻ കത്തനാരുടെ കൂടെ റോമൻ അയക്കാൻ ആദ്യം നിശ്ചയിച്ചിരുന്നത് ആരെയായിരുന്നു? മാത്തൻ കത്തനാരുടെ മരുമകൻ യോഹന്നാൻ ശമ്മാശനെ. റോമായാത്രയ്ക്ക് പോകാൻ മാത്തൻ കത്തനാർ നിശ്ചയിച്ച സാഹചര്യം എന്ത്? ശമ്മാശനെ അയക്കാൻ വീട്ടുകാർ സമ്മതിക്കാതിരുന്നതിനാലും സഭയുടെ പൊതുവായ കാര്യത്തിന് വീഴ്ച വരുത്തരുത് എന്ന് കരുതിയതിനാലും. റോമായാത്രയുടെ ആലോചനയ്ക്കായി തോമാ കത്തനാർ എവിടെയാണ് എത്തിയത്? നീണ്ടൂർ ഇട്ടിക്കുരുവിള തരകൻ്റെ വീട്ടിൽ. യാത്ര പുറപ്പെടുന്നതിന് മുൻപ് തോമാ കത്തനാർ കടനാട് പള്ളിയുടെ ചുമതല ആരെയാണ് ഏൽപ്പിച്ചത്? പാലാക്കാരൻ കുഴുവേലി കൊച്ചുമത്തായി കത്തനാരെ. യാത്രാവേളയിൽ പ്രകൃതിയിലുണ്ടായ അത്ഭുതം എന്തായിരുന്നു? യാത്ര ചെയ്യുമ്പോൾ മഴ മാറുകയും വിശ്രമിക്കുമ്പോൾ മഴ പെയ്യുകയും ചെയ്തിരുന്നു. മഴയെക്കുറിച്ചുള്ള ഈ അത്ഭുത പ്രതിഭാസത്തെ കരിയാറ്റിൽ മൽപ്പാൻ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്? ഇത് ഉടയതമ്പുരാൻ്റെ പ്രത്യേക സഹായവും സഭയുടെ ഐക്യത്തിനു വേണ്ടിയുള്ള ദൈവഹിതവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അക്കാലത്തെ യാത്രാക്ലേശങ്ങളായി പാഠഭാഗത്ത് സൂചിപ്പിക്കുന്നത് എന്തെല്ലാം? കുടകളുടെ അഭാവം, നഗ്നപാതമായുള്ള നടത്തം, ഭക്ഷണത്തിന് ഹോട്ടലുകൾ ഇല്ലാതിരുന്നവ. മാത്തൻ കത്തനാരും തോമാ കത്തനാരും പന്തക്കുസ്ത തിരുനാൾ ദിവസം എവിടെ എത്തിച്ചേർന്നു? കായംകുളത്ത്. അഞ്ചുതെങ്ങിൽ വച്ച് ഇവർക്ക് ആതിഥ്യമരുളിയത് ആരെല്ലാമാണ്? അന്തോണി പാതിരിയും വലിയ തുപ്പായിയുടെ മകൻ ഫ്രാൻസിസ്കോസ് പാതിരിയും. തോമാ കത്തനാരുടെ സംഘം കരിയാറ്റിൽ മൽപ്പാനെ കണ്ടുമുട്ടിയത് എവിടെ വച്ചാണ്? കുളച്ചിലിൽ വച്ച്. മാത്തൻ കത്തനാരുടെ ജ്യേഷ്ഠൻ മൽപ്പാൻ അയച്ച രഹസ്യകത്തിലെ ഉള്ളടക്കം എന്തായിരുന്നു? വീട്ടുകാർക്ക് സങ്കടമായതുകൊണ്ട് മാത്തൻ കത്തനാരെ എങ്ങനെയെങ്കിലും തിരിച്ചയക്കണം എന്നതായിരുന്നു ഉള്ളടക്കം. മാത്തൻ കത്തനാരുടെ കൂടെ പോരുന്നതിൽ അത്ര പ്രസാദിക്കാതിരുന്ന വ്യക്തി ആരായിരുന്നു? മുട്ടത്തുകാരൻ ചാക്കോ കത്തനാർ.